കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിരുവില്വാമല ശ്രീ വിൽവാദിനാഥ ക്ഷേത്രത്തിൽ മകരം 1-നോടനുബന്ധിച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാമജപ യജ്ഞവും നാരായണീയ പാരായണവും ഭക്തിസാന്ദ്രമായി നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീവത്സദേ ബ്രഹ്മദേ കേയൂരാംഗദോത്തമ മഹാരേഖുലിയാമിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗതഗത സഖാരി പങ്കേരുക. തിരുവല്ലോമല ശ്രീ വില്ലോദ്രിനാഥ ക്ഷേത്രത്തിൽ മകരം 1-നോടനുബന്ധിച്ച് നാമജപയജ്ഞവും നാരായണീയ പാരായണവും സംഘടിപ്പിച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ ട്രസ്റ്റ്. തിരുവല്ലോമല ശ്രീ വില്ലോദ്രിനാഥ ക്ഷേത്രാങ്കണ വേദിയിൽ വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് കെ എ വിലാസിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവല്ലോമല ദേവസ്വം മാനേജർ എസ് വിജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം സജിത സുരേഷ്, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സി എ പുരുഷോത്തമൻ, PR ഒ സൗമ്യ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ഇന്ന് ഒരുപാട് അമ്പലങ്ങളിൽ നമ്മുടെ ദൈവനാമയത്വവും അതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു എന്നാണ്. കഴിഞ്ഞ 27 വർഷം ഇതിന്റെ ഭാഗമായി കൂടെ നിന്ന ഇതിന് ബഹുമാനപ്പെട്ട സെക്രട്ടറി സി എൻ പുരുഷോത്തമൻ ചേട്ടനെ നന്ദി അറിയിക്കണം. കൂടുതലായിട്ട് നിങ്ങളിവിടെ എല്ലാ സൗകര്യങ്ങളും വയ്ക്കുന്ന നമ്മുടെ ദേവസ്വം മാനേജർ അദ്ദേഹം നിങ്ങളുടെ കൂടെയുണ്ട്. ബാക്കി ഇവിടെ എത്തിച്ചേർന്ന് വിശിഷ്ടാതികളെല്ലാം ബാക്കിയുണ്ട്. അപ്പൊ എല്ലാവർക്കും തിരുവല്ലാമലയുടെ പേരിലും ശ്രീ വില്ലാരനാഥന്റെ പേരിലും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ദീപം തെളിയിച്ച് തുടക്കം കുറിച്ച ഹരേ രാമ ഹരേ കൃഷ്ണ ട്രസ്റ്റ് ഇപ്പോൾ പ്രവർത്തനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. വിവിധ ആത്മീയ, സാംസ്കാരിക, ആരോഗ്യ മേഖലകളിൽ സജീവമായ സേവന പ്രവർത്തനങ്ങളാണ് ട്രസ്റ്റ് നടത്തിവരുന്നത്. മകരസംക്രാന്തി ദിനത്തിൽ നടന്ന നാമജപ യജ്ഞത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. അദ്ദേഹം നമുക്ക് തന്നെ ഒരു ഉപദേശം ഒരു 8-10 പ്രാവശ്യം കാണാൻ ചെന്നിട്ടാണ് നമുക്ക് അനുമതി തന്നെങ്കിൽ നമ്മളോട് ഒരു വാക്കാണ് പറഞ്ഞത്. ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ ഒരു നാമജപം തുടങ്ങിയാൽ അത് നിർത്താതെ നാമജപം ജപിച്ചു മുന്നോട്ട് പോകണമെന്നാണ്. നമുക്കറിയാം, 25 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് പതിയെ ചുരുക്കിയാലോ എന്നുള്ള ഇതിന് ദൈവഹിതം നോക്കിയപ്പോൾ നമ്മളോട് പറഞ്ഞത് ഒരു രക്ഷയുമില്ല, ഇത് മുന്നോട്ട് തന്നെ യാത്ര തുടരണമെന്നുള്ളതാണ്. അതനുസരിച്ചാണ് നമ്മൾ ആറന്മുളയിൽ വീണ്ടും ഇത് തുടങ്ങുകയും സാക്ഷാൽ ശ്രീരാമ ലക്ഷ്മണ സന്നിധി എത്താൻ നമ്മൾ ആദ്യത്തെ ഒരു യാത്രയാണ്. CCV ന്യൂസ്, തിരുവല്ലോമല.